ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരാളുടെ കേസ് ഡയറി അല്ല, ഒരുപാട് പേരുടെ കേസ് ഡയറീസ് ആണ്. അതായത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ നോക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളുടെയും പറ്റിയിട്ടുള്ള ഒരു കേസ് ഡയറിയാണ്. അതായത് മെയിൻലി റിലീജിയസ് ആയ തോട്ട്സിനെ പറ്റിയിട്ടാണ്. ഞാൻ സാധാരണ റിലീജിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യാറില്ല. പക്ഷേ ഈ തവണ ഒരുപാട് പേരുടെ അടുത്തുനിന്ന് ചോദിച്ചും പറഞ്ഞും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ലേ, എൻ്റെ അറിവ് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കുക. ഓക്കെ, അപ്പം കേസ് ഡയറിയിലേക്ക് കടക്കാം. ഏകദേശം ഒരു 35-45 പ്രായം, അതിൻ്റെ ഇടയിൽ പ്രായം വരുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഭാര്യയുമായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അത്യാവശ്യത്തിലേറെ വരുമാനവും സേവിങ്സും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു ഹജ്ജിന് പോയിക്കൂടെ? അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചെയ്യണ്ടേ? അങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അയ്യോ മാഡം, ഹാജി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് പിന്നെ ഒരു പ്രശ്നമായി പോകും. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? അത് പിന്നെ എപ്പോഴും നമ്മൾ പള്ളിയിൽ പോകേണ്ടി വരും. 5 ഒത്തിനും പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓനൊരു ഹാജിയായിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നില്ലല്ലോ പറയും. പിന്നെ എൻ്റെ ഭാര്യ പിന്നെ മഫ്ത ഒന്നിട്ട് നടക്കൂല. അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഫ്തയിട്ട് നടന്നില്ലെങ്കിൽ ഹജ്ജിന് പോയിട്ടും പിന്നെ അവർ നന്നായില്ല എന്ന് നാട്ടുകാർ പറയും. പിന്നെ ശിക്ഷൻ്റെ അളവും കൂടുതല. നമ്മളൊരു ഹജ്ജിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പുതിയൊരു കുട്ടിയായിട്ടല്ലേ നമ്മൾ വരിക. അപ്പോൾ പിന്നെ ശിക്ഷ കൂടുതലാവല്ലേ ചെയ്യുക എന്ന്. ഇതേപോലെ മറ്റൊരു ക്ലയൻറ്റിനോട് ഞാൻ ചോദിച്ചപ്പം, ഒരു ക്ലയൻറ്റ് ഒരു സ്ത്രീയാണ്. അവരെന്നോട് പറഞ്ഞത്, ഏതായാലും വയസ്സായാൽ പോകണം, എല്ലാ പാപങ്ങളും ഒഴുക്കി കളഞ്ഞൊരു ന്യൂ ബോണിനെ പോലെ ആയി മടങ്ങി വരണം. അപ്പം ഇപ്പം തന്നെ പോയിട്ട് എന്തിനാ മാഡം? ഇപ്പം വേണമെങ്കിൽ മാം സൈക്കോതെറാപ്പിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാം. പക്ഷെ ഒരു ടൂറൊക്കെ പോകുന്ന പോലെ എന്താണെന്ന് അവിടെ എന്താണെന്ന് കാണുക അല്ലേ? എന്തായാലും ഇപ്പോൾ പോയി ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ വയസ്സാകുമ്പോൾ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഏകദേശം സ്ഥലമൊക്കെ ഒന്ന് കണ്ടു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ എന്ന്. ഇസ്ലാമായ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ ഞാനിവിടെ പറയുന്നത്. എൻ്റെ ക്ലയൻസുകൾ ഹിന്ദുസും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഗുരുവായൂർ പോകുന്ന കാര്യമായാലും, ഇപ്പം വേളാങ്കണ്ണി പോകുന്ന കാര്യമായാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ദർഗയിൽ പോകുന്ന കാര്യമായാലും, അവനവൻ്റെ മതം അവനവന് വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഒരു ഇല്ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിനെ പറ്റി ശരിക്കും അറിയാത്ത ഒരുപാട് തോട്ട്സുകൾ ആൾക്കാർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റും വിധം കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ച് അവരെ ലോജിക്കൽ റീസണിങ്ങിലേക്ക്, അതായത് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിക്ക് ശരിക്ക് അങ്ങനെയല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതേപോലത്തെ തെറാപ്പീസും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബാങ്ക് കേൾക്കുന്ന ആൾക്കാർക്ക്, അതായത് നിസ്കരിക്കാത്ത ആൾക്കാർക്ക് ആദ്യം നമ്മൾ ഷേപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ചെയ്യും. അതായത് ആദ്യം നിങ്ങൾ ഒരാഴ്ച ബാങ്ക് കേൾക്കുക, ഓരോ വക്തിനും ബാങ്ക് കേട്ട് നോക്ക്, പിന്നെ ഒന്നും എടുത്ത് നോക്ക്, പിന്നെ അങ്ങനെ മെല്ലെ 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 ഓരോ സെഷനുകളായി വന്ന് ഓരോ, നിങ്ങളിപ്പോൾ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്കത് സാധിക്കുന്ന രീതിയിലേക്ക്. ഇപ്പം നമ്മൾ ജിമ്മിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടിയാണെങ്കിൽ ആ സമയത്ത് ആദ്യം എണീക്കുക, എല്ലാ ദിവസവും വെറുതെ അലാം വെച്ച് എണീക്കുക, എന്നിട്ട് ഒരു ദിവസം വെറുതെ എണീച്ച് പല്ല് തേച്ചിട്ട് കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ജിമ്മ് വരെ പോയിട്ട് പിന്നെ അവിടുന്ന് ജിമ്മിൽ ഒന്നും ചെയ്യാണ്ട് തിരിച്ച് വാ. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. അതേപോലെ ഒരുപാട് സൈക്കോ തെറാപ്പീസുകളുണ്ട് ഇതേപോലത്തെ കാര്യങ്ങളിൽ ലോജിക്കൽ റീസണിങ് ഉണ്ടാക്കിയെടുക്കാനും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാനും വേണ്ടി. ഞാൻ ഒരിക്കലും മതത്തിനെ പ്രൊമോട്ട് ചെയ്ത് പറയുക, അല്ലെങ്കിൽ ഇത് ഒരിക്കലും മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്കെതിരെ പറയുക ഒന്നുമല്ല. ഞാൻ കണ്ട കുറച്ച് കേസുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണേണ്ടി വരാറുണ്ട്. അത് ഒരു അപൂർവം കഥയോ ഒറ്റപ്പെട്ട കേസോ ഒന്നുമല്ല, ഒരുപാട് ആൾക്കാരിൽ, എല്ലാ മതത്തിലുള്ള ആൾക്കാരിലും ഉണ്ടാവാറുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇതുമായി സംബന്ധിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ നിന്ന്, കേസ് ഡയറികളിൽ നിന്ന് നമ്മൾ എന്ത് മോറൽ പ്രിൻസിപ്പിളാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമതൊരു കാര്യം, പണ്ടൊക്കെ വയസ്സായ ആൾക്കാർ മാത്രമാണ് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത്. അതായത് വയസ്സാം കാലത്ത് പാപങ്ങളൊക്കെ ഒഴുക്കിക്കളഞ്ഞ് മനസ്താപം വന്ന് എല്ലാ പാപങ്ങളും കൊടുത്ത ഒരു ന്യൂ ബോൺ ബേബീനെ പോലെ ആയി മടങ്ങി വരിക എന്നുള്ളൊരാശയം. പക്ഷേ
ഇന്ന് അത് വയസ്സായ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ വല്യമ്മ, ഉമ്മമ്മ അവരൊക്കെ പറയാറുണ്ട്, അവർക്കൊക്കെ പണ്ട് ഭയങ്കര ആവതായിരുന്നു, ആരോഗ്യമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു 10 പടി കയറുമ്പോഴത്തേനേക്ക് ചിലപ്പോൾ ആരോഗ്യമില്ല, അത് കയറാൻ പറ്റുന്നില്ല, കിതപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചിലപ്പം എന്തെങ്കിലും നമ്മളെടുത്ത വാക്സിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോഷകാഹാരത്തിൻ്റെ കുറവിനെ കൊണ്ടിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ടാവാം അങ്ങനെയെന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വയസ്സാം കാലത്ത് ഒരുപാട് ആൾക്കാരുടെ പല ആൾക്കാരുടെ ലേഖനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വയസ്സായ സമയത്തുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഹജ്ജിനും ഇല്ലെങ്കിൽ ഈ ഒരുപാട് നേർച്ചകൾക്കും ഇതിനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് പല മതത്തിൽപ്പെട്ട ആൾക്കാരും വയസ്സാകുമ്പം പോയി ആകെ കഷ്ടപ്പാടിലായി, ബുദ്ധിമുട്ടി, നടക്കാനും വയ്യ, കൂട്ടം തെറ്റി പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത് വയസ്സാം കാലത്തിലേക്ക് വെക്കുന്നത്? ഇപ്പോൾ ഒരു ഹജ്ജിനെ സംബന്ധിച്ച് നമുക്ക് അതിനുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ ബാക്കപ്പും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കടങ്ങളൊന്നും ഇല്ലെങ്കിൽ, EMIs ഒന്നും അല്ല കേട്ടോ, EMI ഒക്കെ നമ്മൾ മരണം വരെ ഇങ്ങനെ അടിച്ചു പോകുന്ന സാധനം. നമുക്കൊരു ഹജ്ജിന് പോകാനുള്ളൊരു പൈസ നമുക്ക് ഏർപ്പാടാക്കാൻ പറ്റി, നമ്മുടെ തന്നെ പൈസ സേവിങ്സിൽ നിന്ന് നമുക്ക് എടുത്ത് ഹജ്ജിന് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി തത്തുല്യമായ ആരുടെങ്കിലും, ഇപ്പോൾ മക്കൾ ഉമ്മേനെ ഹജ്ജിന് കൊണ്ടുപോകാം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് എന്തായാലും ചെയ്യാം. അതിനിപ്പോൾ പ്രായമാവണം എന്നൊന്നുമില്ല. ഇത് എപ്പോഴായിരിക്കും ഇത് ഉണ്ടായിട്ടുള്ളതെന്ന് എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാണ്. പണ്ടൊക്കെ ഹാജിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജിയാരെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ ഹാജിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജൊക്കെ ചെയ്ത വലിയ പ്രമാണി, പൈസക്കാരൻ. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര പൈസ ചിലവും കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് വെച്ചിട്ട് ഉള്ള ഒരു പൈസേനെക്കാട്ടിലും കൂടുതൽ അന്ന് ഹജ്ജിന് പോയി വരാൻ സമയവും പൈസയും ചിലവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയ ആൾക്കാരുടെ കൈ മുത്തുക, അല്ലെങ്കിൽ അവർ വരുമ്പോൾ എണീച്ച് നിൽക്കുക, അവരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തലമുറകളായി ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇത്. എന്നാൽ പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്ത ആൾക്കാരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നില്ല. അവർ വെള്ളിയുടെ തലയിൽ കെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഹജ്ജിന് പോയ ഒരാളാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിലേക്കൊന്നുള്ള നടത്തം കാര്യങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ പാട്ട്, അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന പല ആൾക്കാർ ഇതേപോലത്തെ റിലീജിയസ് പ്രാക്ടീസിൽ പോയി ചെയ്തവരും മനസ്താപപ്പെട്ടവരും അല്ലെങ്കിൽ നന്നായവരും ഒക്കെ ഉണ്ടാവാം. അപ്പം ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലെ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ എല്ലാം. മൈൻഡ് സെറ്റാണ് എല്ലാം. അതായത് നമ്മളെ മനസ്സിലെ നിയ്യത്ത്, അതായത് നമ്മൾ പോകുന്ന കാര്യം ഇതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അറിഞ്ഞോ അറിയാണ്ടോ, മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, പക്ഷെ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ശരിക്കും നമുക്കൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റാന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വന്ന ശേഷം അതിനു വേണ്ടി നമ്മൾ ഒന്ന് ഹജ്ജിന് പോയി, അല്ലെങ്കിൽ ഇതേപോലത്തെ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ച് എൻ്റെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുമ്പോഴാണ് ഒരാൾ ഈ ഇസ്ലാം മതത്തിൽ പറഞ്ഞ പോലെ ന്യൂ ബോൺ ബേബിയായ പോലത്തെ മനസ്സായി മാറുന്നതും അയാളുടെ പാപം ഒഴിവാക്കി കൊടുക്കുന്നതും. അതല്ലാതെ ഞാനിപ്പോൾ ഹജ്ജിന് പോയി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ എല്ലാ പാപങ്ങളും പോകുമൊന്നുമില്ല. ഞാൻ മനസ്സിലെ എൻ്റെ മൈൻഡ് സെറ്റാണ്, ഞാൻ നന്നാവണം എന്ന് വിചാരിച്ച്. ഇപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തട്ടമിട്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ പറയൂലേ എന്ന് വിചാരിച്ചും കൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പ്രമാണിയായിട്ട് വലിയ ഹജ്ജിന് പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ടോ ഒന്നും കാര്യമില്ല. അതേപോലെ ഒരു കാര്യമാണ് ഈ കുട്ടികൾ ഡയറ്റിങ് ചെയ്യുമ്പോൾ, ഈ തടി കുറയ്ക്കാനൊക്കെ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയൊക്കെ ഡയറ്റിങ് ചെയ്യുന്ന സമയത്ത് നോമ്പ് പിടിക്കുന്നത്. ഓക്കെ, നോമ്പ് പിടിക്കണമെന്ന് നമ്മൾ മതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും. പക്ഷേ മനസ്സിലെ നെയ്യത്ത്, നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി പാവങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും ഭക്ഷണം ത്യജിച്ചുകൊണ്ട് നമ്മൾ ത്യാഗം ചെയ്ത് നമ്മളൊരു അർപ്പണമാണത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് നോമ്പ് പിടിക്കുന്നത് എന്ന് പറയുന്നത് ലോജിക്കലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് മതത്തിൻ്റെ ഒരു ഇതല്ല. നമ്മുടെ ശരീരം ശ്രദ്ധിക്കാൻ വേണ്ടിയും നമ്മുടെ അസുഖങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടിണി കിടക്കുന്ന ആ ഒരു നമ്മുടെ എഫേർട്ടിന് നമുക്ക് കൂലി കിട്ടും. അല്ലാതെ സാധാ നമ്മുടെ നോമ്പിന് കിട്ടുന്ന കൂലി നമുക്ക് അതിന്ന് കിട്ടില്ല. നമുക്കൊരു തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് തിരിച്ചറിവ് വന്നാൽ, അതെന്തുമായിക്കോട്ടെ, ആരോടെങ്കിലും ചെയ്ത തെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വേഷങ്ങളായിക്കോട്ടെ, നമ്മൾ ആരോടെങ്കിലും ചെയ്ത എന്തെങ്കിലും ദ്രോഹമായിക്കോട്ടെ, നമ്മൾ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ശരിക്കും നമുക്ക് മനസ്സിലൊരു പശ്ചാത്താപം വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ച്, അതിനിപ്പോൾ നമ്മൾ അങ്ങനത്തെ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകണം എന്നൊന്നുമില്ല. ഹജ്ജ് ചെയ്യേണ്ടെന്നല്ല, ഹജ്ജ് എല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പൈസയും ഇതൊക്കെ ഉള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഹജ്ജിന് പോയിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലേസിൽ
മനസ്സിൽ പോയി ഇങ്ങനത്തെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ ടെമ്പിളിലൊക്കെ പോയിട്ട് മാത്രമേ നമുക്ക് പാപമോക്ഷം കിട്ടൂ എന്ന് ഉള്ള കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ മാനസികമായി നമ്മൾ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ് എല്ലാം. അപ്പോൾ തന്നെ നമ്മൾ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ പശ്ചാത്തപിച്ചാൽ തന്നെ നമുക്ക് പാപപുണ്യം എന്ന് പറയുന്നില്ല. നമുക്ക് അങ്ങനെ തന്നെ എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പ്രായമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നീട്ടി വെക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും പ്രായമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീട്ടി വെക്കരുത്. നിങ്ങളുടെ അഡോളസൻസിൽ തന്നെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ എൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് പറയുണ്ടായി, ഏതായാലും ഞാൻ അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ പ്രാവശ്യം കൂടെ ഈ ഇൻട്രസ്റ്റ് മേടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ ഇത് എഗെയിൻസ്റ്റ് ആണല്ലോ, ഇൻട്രസ്റ്റ് മേടിക്കാൻ പാടില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് മേടിക്കുന്ന ഒരു സാധനം ഹജ്ജിന് പോണ വരെ മേടിക്കാം, എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നിർത്താം. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇയാൾ ശരിക്കും നന്നാവാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും. എന്താ വെച്ചാൽ ഇയാൾക്ക് ശരിക്കും നന്നാവാനാണോ അതോ വയസ്സായിട്ട് ഞാൻ മൊത്തത്തിൽ പാപം കളഞ്ഞ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പാപം കളയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ന്യൂ ബോൺ ബേബീനെ പോലെ മനസ്സ് നന്മയായി നല്ല മനുഷ്യനായി നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മളെ മനസ്സിൻ്റെ നെയ്യത്താണ്, നമ്മളെ മനസ്സിൻ്റെ ഒരു എയിമാണ്, ഒരു ലക്ഷ്യമാണ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പം നമ്മൾ ഒരു സാധനത്തിൽ മനസ്താപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരാളോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തണം നമുക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുക. അല്ലാതെ എല്ലാം കൂടെ കൊണ്ടുപോയി ലാസ്റ്റിലൊരു ഇത് ചെയ്തിട്ട്, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഹജ്ജിന് പോവാം, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ കാലയളവിലും കൂടെ ചെയ്ത സാധനം കൂടെ കളയാൻ വേണ്ടി ഒന്നും കൂടി ഹജ്ജിന് പോയി വരാം. ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ഇല്ലോജിക്കലായിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന്. ഇപ്പോൾ ഈ കേസ് ഡയറിയിൽ പറഞ്ഞ ആൾ, നമ്മൾ മഫ്ത ഇടണം അല്ലെങ്കിൽ എല്ലാ ഓത്തും പള്ളിയിൽ പോകണം, നാട്ടുകാരെ പേടിച്ച് ഇപ്പം ഹജ്ജിന് പൈസ ഉണ്ടായിട്ടും പോവാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമുണ്ട് അല്ലേ? നാട്ടുകാരെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നടപ്പനുസരിച്ച് നടന്നില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കാനും പറയാനും വരും. അതിനെ ചേർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ റിലീജിയസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പോൾ പ്രയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ആണുങ്ങളും ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും പള്ളിയിൽ പോകണം. എല്ലാ സ്ത്രീകളും മഫ്ത ഇടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. മഫ്ത അല്ല, ഒരു തല കവർ ചെയ്യണം, മുടി കവർ ചെയ്യണം, പിന്നെ മാറിലേക്ക് ഇങ്ങനെ ഷോൾ ഇടണം, പിന്നെ ശരീരത്തിൽ ഇറുകിയതല്ലാത്ത വസ്ത്രങ്ങൾ, അതായത് നമ്മുടെ ഷേപ്പും സ്ട്രക്ചറും ഒക്കെ വേറെ ആളെ കണ്ട് പ്രകോപിപ്പിക്കുക, നമ്മുടെ മുടി കാണിച്ച് അങ്ങനെ അവരെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹജ്ജിന് പോയാലും പോയിട്ടില്ലെങ്കിലും പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും ഇതേപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിലും കിട്ടേണ്ട ശിക്ഷ ഇനി ഹജ്ജിന് പോയി വന്ന ശേഷം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കൂടുതലാവുമൊന്നുമില്ല. ഒരു ഇസ്ലാം ആണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്താലും പോകുന്നതിന് മുന്നേ ചെയ്താലും ഒക്കെ കണക്ക് തന്നെ. എല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്, നിങ്ങൾ എത്രത്തോളം അങ്ങനത്തെ ഓരോ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിലെ പല ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, പല ഫിനാൻഷ്യൽ കാര്യങ്ങളും മറ്റ് മതത്തിലുള്ള ആൾക്കാർ വരെ ഫോളോ ചെയ്യും. ഇപ്പോൾ നോമ്പ് പിടിക്കുന്ന കാര്യത്തിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. മതം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അതിൽ ചില സെറ്റ്സ് ഓഫ് റൂൾസുകളുണ്ട്. ഇങ്ങനെ ചെയ്യരുത്, ദുഷ്ടനാവരുത്, മറ്റവർക്ക് ദ്രോഹം ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, കടം വാങ്ങുമ്പോൾ ഇങ്ങനെ വേണം, ഇത്ര സാക്ഷി വേണം എന്നൊക്കെ. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് പോകുന്ന, അതിനെ ഞാൻ ഫോളോ ചെയ്യുന്നതിനെ കൊണ്ടിട്ടാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്നെ പേഴ്സണലി അമീന സിത്താര എന്ന് പറയുന്ന എന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള മതപരമായ സാധനങ്ങൾ, ഞാനിപ്പോൾ മുസ്ലിമായി ജനിച്ച ഒരാളാണ്, ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റലില്ല, അത് ഓപ്പണായിട്ട് ഞാൻ ഇവിടെ പറയാം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് അതിന് തോന്നി ശരിയാണ്, ഇത് അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ സാധനങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ലോജിക്കലി നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. ഇപ്പോൾ ഇപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഹജ്ജിന് പോകണമെങ്കിൽ നമ്മൾ കൂടെ നമ്മളുടെ ആരെങ്കിലും, നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അതായത് മോനോ അങ്ങനെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരാളുടെ കൂടെ ആണ് സ്ത്രീ ഹജ്ജിന് പോകേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ ഫോളോ ചെയ്യുന്ന മതം തന്നെ അവർ ശരിക്കും പഠിക്കുന്നില്ല. അപ്പം നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ ഹിന്ദുസിൻ്റെ പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുക. അങ്ങനത്തെ പുസ്തകങ്ങളിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാനായിട്ടുള്ളൊരു എഫേർട്ട് എടുക്കാതെ, എനിക്ക് ഹിന്ദുസിനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ മുസ്ലിമായ ഒരാൾ അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഫോളോ ചെയ്ത് നോക്കാതെ അല്ലെങ്കിൽ വായിച്ച് നോക്കാതെ എനിക്ക് കാര്യങ്ങൾ അറിയാതെ വെറുതെ ഇല്ലോജിക്കൽ
ബേസിക്കലി പറയുക. ക്രിസ്ത്യൻസ് ആയാൽ അതിൻ്റെ ബൈബിളും കാര്യങ്ങളും പറഞ്ഞ കഥകളും പഴയ സ്റ്റോറീസൊക്കെ വായിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊന്നും നോക്കാതെ കിട്ടിയ ഇൻഫോർമേഷൻസ് നമുക്ക് മൗത്ത് വഴി ഓരോരുത്തർ പറഞ്ഞ് കേട്ട ഓരോ ഇൻഫോർമേഷൻസ് വെച്ച് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ വയസ്സായവർ മാത്രം ഹജ്ജിന് പോകുന്നു എന്ന് പറയുന്ന ഒരു ചങ്ങല നിങ്ങളെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് പൊട്ടിക്കുക. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ടാവുമല്ലോ. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ കണ്ടതിൽ എനിക്കറിയാം നല്ല ശരിക്കും റിലീജിയസ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പർദ്ദയിട്ട് നടന്നിട്ട് കയ്യിൽ ഇത്രയും വളയും പുറത്തേക്ക് കാണിച്ചിട്ട് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുറേ മോതിരമൊക്കെ ഇട്ട് ഇങ്ങനെ പർദ്ദയ്ക്ക് ഡിസൈനൊക്കെ ചെയ്ത്, അതായത് ഓരോ പർദ്ദ ഓരോ ഡിസൈന് ഓരോ കളർ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. പിന്നെ നിങ്ങളപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്ത് നമ്മൾ നിൽക്കണം എന്നാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായതിനെ കൊണ്ടിട്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു മോറൽ പ്രിൻസിപ്പിൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തതിനെ കൊണ്ടിട്ട് നമ്മൾ ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു എന്നില്ല. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്, അവർ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും എല്ലാം മൂന്നും വായിച്ചിട്ടില്ല. മൂന്നിലെയും കുറേ സിമിലാരിറ്റീസ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ യേശുക്രിസ്തു തന്നെയാണ് ഈസാ നബി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളിൽ ചർച്ച ചെയ്ത ഒരുപാട് ക്ലയൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ ടോപ്പിക്കിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് പിന്നെ സൈക്കോളജി ഡിഗ്രി 5 ഇയർ ക്ലിനിക്കൽ സൈക്കോളജി ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത് ചിദംബരം. അത് കഴിഞ്ഞ് എംഫിലിന് പോയത്. അപ്പോൾ ആ സമയത്ത് ആ ചിദംബരം പോണ്ടിച്ചേരി അടുത്താണ്. ആ സമയത്ത് എൻ്റെ റൂംമേറ്റ് ആയിരുന്ന 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഹിന്ദു ഒരാൾ ക്രിസ്ത്യനും ആയിരുന്നു. ഞങ്ങൾ 3 പേരും, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് എന്നും ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. അതിലുള്ള പോലെ തന്നെ ഇതിലും പറയുന്ന എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിലും അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരേപോലെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി. ആ എല്ലാ മതത്തിൽ പറയുന്ന പ്രിൻസിപ്പിളും നല്ലതൊക്കെ തന്നെ, അതായത് നന്മയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അതിനെ പഠിക്കണം. അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസുകളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാല്ലാതെ അതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ശരിക്കും മനസ്സറിഞ്ഞ് നന്നാവാൻ വിചാരിച്ചൊരു നെയ്യത്ത് വെച്ചിട്ട് വന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവരിൽ നെയ്യത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ കേസ് ഡയറീസൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു മുറയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഓരോന്നിനെ പറ്റി വായിക്കാനായിട്ട് എഫേർട്ടുകൾ എടുക്കുക. എന്തെങ്കിലും തലമുറകളായിട്ട് പാസ് ചെയ്ത് വരുന്ന മതത്തിൻ്റേതല്ലാത്ത പല ആചാരങ്ങളുണ്ടെങ്കിൽ അതിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്ങല പൊട്ടിക്കാൻ ഒരാളായി നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും. നിങ്ങളത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ധൈര്യവും മനസ്സും ഒക്കെ ദൈവം തരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതേപോലെ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം അടുത്തൊരാഴ്ച പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.